നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ ടൈറ്റസ്, സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ കരുവഞ്ചാലിൽ പുതിയതായി ജോയിൻ ചെയ്ത പീഡിയാട്രീഷ്യനാണ്. നമ്മളിപ്പോൾ ന്യൂസിലൊക്കെ കേട്ടുവരുന്ന ഒരു പേരാണ് ഷിഗല്ല. അപ്പോൾ എന്താണ് ഈ ഷിഗല്ല എന്നതിനെക്കുറിച്ച് സംസാരിക്കാനാണ്. അപ്പോൾ ഷിഗല്ല എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ അണുബാധയാണ്. കുടലുകളെ ബാധിക്കുന്നതും വളരെ പെട്ടെന്ന് പകർന്നു പിടിക്കുന്നതുമായ ഒരു അസുഖമാണ് ഷിഗല്ല. നമ്മൾ ഷിഗല്ലോസിസ് എന്നാണ് അസുഖത്തിനെ പറയുന്നത്. അതിപ്പോൾ എങ്ങനെയാണ് വരുന്നത്? മലിനമായ വെള്ളം, മലിനമായ ആഹാരം കഴിക്കുന്നതിലൂടെ, വൃത്തിഹീനമായ കൈ കഴുകാത്തത് മൂലം, ഇങ്ങനെയൊക്കെയാണ് ഈ അസുഖങ്ങൾ പകരുന്നത്. അതുപോലെ തന്നെ ഈച്ച വന്നിരുന്നതും തുറന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെയുമാണ് ഈ അസുഖം പകരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്നാണ് നമ്മൾ അടുത്ത് നോക്കേണ്ടത്. കൂടുതൽ ഈ അസുഖം കാണുന്നത് ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചതിന് ശേഷം 1 ദിവസം മുതൽ 7 ദിവസം വരെ, അതായത് 7 ദിവസത്തിനുള്ളിലാണ് ഈ സിംറ്റംസ് കണ്ടുവരുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്? കടുത്ത പനി, കടുത്ത വയറിളക്കം എന്ന് പറഞ്ഞാൽ സാധാ വയറിളക്കം പോലെയല്ല. നമ്മൾ ആ മലത്തിലൂടെ രക്തം കാണാം, കഫം കാണാം, അങ്ങനത്തെ കടുത്ത വയറിളക്കം കാണാം, കടുത്ത വയറുവേദന ഉണ്ടാവും, നല്ല ക്ഷീണം, ഛർദ്ദിക്കാൻ തോന്നുക, ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്, അതായത് ലക്ഷണങ്ങളായി കാണുന്നത്. അപ്പം ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ എത്രയും വേഗം അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ഇതെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? അതായത് നമ്മൾ പ്രതിരോധിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നാമത്, നമ്മൾ കൈകൾ വൃത്തിയായി കഴുകണം. അതായത് സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഒരു 20 സെക്കൻഡെങ്കിലും കൈ കഴുകുക. തുറന്നിരുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. അതായത് ഈച്ച വന്നിരുന്നതും തുറന്നിരുന്നതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. അതുപോലെ പല സ്ഥലങ്ങളും കിണറുകൾ, സെപ്റ്റിക് ടാങ്കിൻ്റെ അടുത്തുള്ള കിണറുകൾ, അതുപോലെ ഡ്രെയിനേജ് ഓവർഫ്ലോ ആയി അങ്ങനെ നമ്മൾ കുടിക്കുന്ന വെള്ളങ്ങൾ മലിനമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ വെള്ളങ്ങൾ, നമ്മുടെ കുടിക്കുന്ന വെള്ളം മലിനമാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ പല കാര്യങ്ങളിലൂടെയും നമുക്കിത് ഒഴിവാക്കാൻ പറ്റും.